പടിക്കൽ, ഓർഗനൈസേഷൻ ഫോർ ആൽക്കഹോളിക്സ്, അദ്ദേഹം കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ഫിലിപ്പോസ് പടിക്കൽ, താങ്കളടക്കം നേരത്തെയും ഈ വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ മാറിയ കാലത്ത് ഓൺലൈനിൽ മദ്യം വന്നാൽ എന്താണ് കുഴപ്പമെന്ന ചോദ്യം നമുക്ക് സ്വാഭാവികമായും ഉന്നയിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് മദ്യ ഉപഭോഗ വർധനവിന് കാരണമാവില്ലേ എന്ന ആശങ്ക അത് തള്ളിക്കളയാനാകുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങളുടെ സംഘടനയുടെ പേര് ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്നാണ്. ഞങ്ങൾ ഇതിനെ ആദ്യകാലം മുതൽ അനുകൂലിക്കുകയും ഞങ്ങൾ ഇതിനു വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം പല എക്സൈസ് ഇത് കണ്ട് സംസാരിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പൊ ഇത് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി നടക്കില്ല. ആത്മാർത്ഥതയൊക്കെ ഉണ്ടാവാം. ബെക്കോ എം ഡിക്ക് നല്ല ഹർഷതയ്ക്ക് നല്ല താല്പര്യമുണ്ട്, അവർ മിടിക്കുകയാണ്, അവർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നത്, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബാർ ഉടമകളെയാണ്. കാരണം ഇപ്പം വീട്ടിൽ ഇരുന്ന് മദ്യപിക്കുക, അല്ലെങ്കിൽ ബെക്കോയിൽ പോയി സാധനം, അല്ലെങ്കിൽ മാർക്കറ്റ് പെട്ടിന്റെ ഔട്ട്ലെറ്റിൽ പോയി ഈ മദ്യം വാങ്ങാൻ പറ്റാത്തവർക്കാണ് ഇതിൽ പ്രയോജനം കിട്ടുക. അങ്ങനെ അവിടെ പോയി വാങ്ങാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. കുറച്ച് സമൂഹത്തിലെ ഉന്നതന്മാരും അല്ലെങ്കിൽ അങ്ങനെ ഹിപ്പോക്രാറ്റ്സ് ആയിട്ടുള്ള ആളുണ്ടല്ലോ. മദ്യപിക്കാം, പക്ഷെ അത് കടയിൽ പോയി വാങ്ങാൻ പാടില്ല, ആരും കാണരുത്, ക്യൂ നിൽക്കാൻ പാടില്ല, അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റുമായിരുന്നു. അതൊന്നാമത്തെ കാര്യമാണ്, അവർക്കത് വലിയ പ്രയോജനമാണ്. രണ്ടാമത് ഈ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ ഈ ബെക്കോയുടെ ഔട്ട്ലെറ്റുകൾ വേണമെന്ന്. പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരു പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങിയാൽ അന്നേരം സമരമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇത് നല്ലതായിരുന്നു. കൂടുതൽ ആൾക്കാർക്ക് ഇത് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൊടുക്കാമായിരുന്നു. ഇതിനെ എതിർക്കുന്നത് ഈ ക്രൈസ്തവ സമുദായം ഇതിനെ എടുക്കുന്നു പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് എതിർക്കാൻ തന്നെ നോക്കി നിൽക്കുകയാണ്. അവരെ ആദ്യം ചെയ്യേണ്ടത് ക്രിസ്ത്യാനികളെ എല്ലാം ബോധവൽക്കരിക്കുകയാണ്. മദ്യപിക്കുന്നത് തെറ്റാണ്, പാപമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ വേണ്ട, അത് തീരുമാനിച്ചാൽ പോരെ. അതുകൊണ്ട് ഈ മറ്റുള്ള ജാതിയിൽപ്പെട്ടവർക്ക് കിട്ടുന്ന ഈ സൗകര്യം ഓൺലൈനിൽ മദ്യം വാങ്ങാനുള്ള സൗകര്യം അവരെന്തിനാ ഇല്ലാതാക്കുന്നത്? അവരെന്തിനാ അതിനെ എതിർക്കുന്നത്? അവരുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരോട് പറയുക, നിങ്ങൾ മദ്യപിക്കരുത്, അല്ലെങ്കിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചെമ്മാടിക്കുഴിയിലെ അടക്കത്തുള്ളൂ, നിങ്ങളുടെ മക്കളുടെ വിവാഹങ്ങളൊന്നും പള്ളി നടത്തില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പോലെ. ഇത് ഇങ്ങനെ ഈ ഓൺലൈനിലും കച്ചവടം വേണ്ട എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ ഫിലിപ്പോസ്, ഇത് പറയുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒറ്റ നോട്ടത്തിൽ ഇത് ഏറ്റവും ഉചിതമായ തീരുമാനമെന്ന് തോന്നാം. പക്ഷേ അതിൻ്റെ ഒത്തൊരു അപകടം യഥാർത്ഥത്തിൽ ഒളിച്ചിരിപ്പില്ലേ? കാരണം ഇതുവരെ മദ്യം ലഭിക്കാത്തവർക്ക്, അല്ലെങ്കിൽ പുറത്ത് ഇതാരെങ്കിലും കണ്ടാലോ എന്ന് ഭയപ്പെട്ട് പോകാൻ വിമുഖത കാട്ടിയിരുന്ന ആളുകൾക്ക് വീടിനുള്ളിലേക്ക് ഇത് ഓൺലൈനായി എത്തുക, അതാണ് ഈ തീരുമാനത്തിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ പുതിയതായി മദ്യപാനത്തിലേക്ക് ആളുകൾക്ക് കടന്നു വരാൻ അത് വഴിവെക്കില്ലേ എന്നൊരു ആശങ്ക അത് ചെറുതാണോ? അല്ല, അത് ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തന്നെയാണ് ഫിഷ്, ചിക്കൻ, മട്ടൺ, മീറ്റ് എല്ലാം നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നില്ലേ? അതുകൊണ്ട് ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾ അത് വാങ്ങിച്ചു കഴിക്കുമോ? ഇല്ല. വേണമെന്നുള്ളവർ വാങ്ങും, വേണ്ടാത്തവർ വാങ്ങത്തില്ല. അതുകൊണ്ട് ഓൺലൈനായിട്ട് കിട്ടും എന്നുള്ള സൗകര്യം ഉപയോഗിച്ച് ആരും മദ്യപിക്കാൻ തുടങ്ങത്തില്ല. പിന്നെ വീടുകളിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പം മദ്യപിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു 50 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺ മാത്രമേ ഇപ്പം മദ്യപിക്കുന്നുള്ളൂ. മറ്റെല്ലാം കെമിക്കൽ വാങ്ങിച്ചു കഴിക്കുകയാണ്, സിന്തറ്റിക് ലഹരിയാണ്, MDMA ആണ് ഉപയോഗിക്കുന്നത്. അത് ഇഷ്ടം പോലെ ഓൺലൈനിൽ എപ്പം ഇവിടെ വേണമെങ്കിലും ഏത് സമയത്തും 24/7 കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ അവർ ഇതിനു വേണ്ടി പോകുന്നത്? ഒന്നുമില്ല. ഇപ്പം എല്ലാ സാധനവും ഓൺലൈനിൽ കിട്ടുന്നു. അതുപോലെ മദ്യവും കിട്ടിയാൽ എന്താ കുഴപ്പം? താങ്കളുടെ നിലപാടാണ്. ഫിലിപ്പോസ്, ദയവായി ഒന്ന് തുടരുക. താങ്കളിലേക്ക് വരാം. KK തോമസ്, ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ KK തോമസ്, ഓർത്തഡോക്സ് സഭയുടെ പ്രഖ്യാപിത നിലപാടാണ് മദ്യത്തിനെതിരായി മദ്യ ഉപഭോഗം കുറയ്ക്കണം എന്ന നിലപാട് പ്രഖ്യാപിത നിലപാടാണ്. മുന്നും ആ നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ ആലോചനകൾ നടക്കുമ്പോഴും ആ നിലപാട് വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് ശക്തമായി ഉന്നയിക്കുന്ന ഓർത്തഡോക്സ് സഭ. സംശയകരമായ ഒരു സാഹചര്യം, ഇത് മദ്യ ഉപഭോഗം വർദ്ധിക്കുന്നതിന് എങ്ങനെ ഇടയാക്കുമെന്ന ചോദ്യമാണ്. ഓൺലൈനായി മദ്യം ലഭിക്കുമ്പോൾ ഈ പുറത്തെ ഈ മദ്യത്തിന് വേണ്ടി ക്യൂ ഒക്കെ ഒഴിവാകുന്ന ഒരു നല്ല കാഴ്ചയല്ലേ ഉണ്ടാവുക? മൃഗത്തെ കൊന്ന് തൂക്കാൻ പോലും പാടില്ല എന്ന് നമ്മൾ തീരുമാനമെടുത്തിട്ട് അടച്ചിട്ട മുറിയിലായിരിക്കണമെന്ന് ഇറച്ചി, അതായത് മൃഗത്തിന്റെ ഇറച്ചി പോലും പുറത്തോട്ട് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. അതേ നിലയിൽ തന്നെ മദ്യപാനം, അതിനുവേണ്ടി പ്രത്യേകമായ ബാറുകളും കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഭവനവും ആ രീതിയിലേക്ക് വരുമ്പോൾ കുടിക്കാത്തവർക്കും മദ്യപിക്കാത്തവർക്കും ഒരു പ്രേരണ ഇത് തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ കുടുംബ കലഹത്തിന്, പിന്നെ അതേപോലെ തന്നെ ദാരുണമായ അന്ത്യങ്ങൾക്ക്, കൊലപാതകങ്ങൾക്കും, റോബറി അങ്ങനെയുള്ള ഐറ്റംസിനും, ദുഷ്പ്രേരണകൾക്കും എല്ലാം കുടുംബത്തിൽ നിന്ന് തുടക്കമിടും. മറ്റേത് ഒളിച്ചും പാത്തുമൊക്കെ പണ്ട് നമ്മൾ ഈ മദ്യപന്മാർ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നത് പോലും ചെയ്തിരുന്നു. ആ കാലഘട്ടം മാറി ഇപ്പം പരസ്യമാകുമ്പോഴാണ് ഇന്ന് ഈ സമൂഹത്തിലെ കൊല്ലും കൊലയുമില്ലാത്തൊരു ദിവസം പോലും നമുക്ക് ചാനലിലോ പത്രത്തിലോ കാണാനില്ല. എന്തുകൊണ്ടാണ്? ധാരാളമായിട്ട് മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്ന് അടിമപ്പെടുമ്പോൾ
ഇവർക്ക് കൺട്രോൾ കിട്ടുന്നില്ല. സ്വയമേ എന്ത് ചെയ്യണം, സ്വന്തം സഹോദരങ്ങളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ളതായ ഇതാണ് അവർ പിന്നെ ശരീരത്തിലേക്ക് കയറുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പരിധി വരെ ഇത് സമൂഹത്തെ ദ്രോഹിക്കുകയാണ്, ദോഷം ചെയ്യുകയാണ്. ഇടപെട്ട ഒരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ ഒരു മറ്റൊരു വഴി കൂടിയില്ലേ? അതായത് വീടുകളിൽ ഇരുന്ന് മദ്യപിച്ചോളൂ, നിങ്ങൾ പുറത്തുപോയി മദ്യം കഴിക്കരുത് എന്ന് വാദിക്കുന്ന ചില കുടുംബ നാഥകളെങ്കിലുമുണ്ട്. ഭർത്താക്കന്മാരോട് അങ്ങനെയെങ്കിലും പറയുന്നവരുണ്ട്. കാരണം പുറത്തുപോയി മദ്യച്ച് അതുണ്ടാക്കുന്ന ഗതാഗത അപകട പ്രശ്നങ്ങൾ, അതുണ്ടാക്കാവുന്ന സംഘർഷ സാഹചര്യങ്ങൾ, ഇങ്ങനെ പലതുമുണ്ടല്ലോ. അതുകൂടി ഒഴിവാക്കപ്പെടുന്നു എന്ന ഒരു വഴി, ഒരു സാധ്യത അത് കാണാതിരുന്നുകൂടാ? കുടുംബത്തിന്റെ കെട്ടുറപ്പ് തോഴി ഇല്ലാതാകുകയാണ്. കാരണം ഒരു കുഞ്ഞിനെ നമ്മൾ മോറൽ സൈഡ് പഠിപ്പിച്ചെടുക്കാനായിട്ട് കഴിയുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ആദ്യം ഉണ്ടാകുന്നത്. ആ കുടുംബത്തിൽ പിതാവ് മദ്യപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലേക്ക് സ്വന്തം ഭാര്യ കടന്നു വരാം. ഭാര്യ കടന്നു വരുമ്പോൾ പിന്നെ ഇത് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ആ കുഞ്ഞ് കടന്നു വരും. കൂടുതലായിട്ടത് മദ്യപന്മാരുടെ ഒരു കുടുംബമായിട്ട് തന്നെ അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ അല്പം പേടി ആരെങ്കിലും ഒക്കെ കാണും. ചിലപ്പം ഭാര്യയ്ക്ക് ഭർത്താക്കന്മാർക്ക് കുടിക്കുകയാണെങ്കിൽ ഭാര്യമാരെ പേടിയാണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പേടിയാണ്. ഇത് പേടിയെല്ലാം മാറുന്നു. ഇതൊരു സാധാരണ ലെവലിലേക്ക് വരുമ്പോൾ ആർക്കും ആരെയും ഭയക്കേണ്ടതായ കാര്യമില്ലാതെ വരികയാണ്. അതുപോലെ കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറുകയാണ്. ഈ ഋഷിമാരുടെ സംസ്കാരം, ആർഷഭാരത സംസ്കാരം എന്ന് അഭിമാനം കൊള്ളുമ്പോൾ നമ്മൾ ഇതിലേക്ക് മാറുമ്പോൾ, നാരായണ ഗുരു തന്നെ പറഞ്ഞിരിക്കുന്ന മദ്യം ഉണ്ടാക്കരുത്, കഴിക്കരുത്, കുടിക്കരുത് എന്നെല്ലാം പറയുന്നു. അവരൊക്കെ തന്നെ തലപ്പത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഉണ്ടാകുന്നതിന്റെ വലിയൊരു പുതുമയായിട്ടൊന്നും കാണാനായിട്ട് പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല. ശരി, താങ്കൾ ദയവായി ഒന്ന് ഞാൻ മിസ്റ്റർ കെ തോമസ് പറഞ്ഞതിന് എനിക്ക് എതിർപ്പുണ്ട്. അത് സംസാരിക്കട്ടെ? പറഞ്ഞോളൂ. അതെ, അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ ആളാണ്. അദ്ദേഹം പറയുന്നു കുടുംബാന്തരീക്ഷം. ഇപ്പൊ ഈ 20 ലക്ഷം ആൾക്കാർ ദിവസവും ബസ്സോയുടെ ഔട്ട്ലെറ്റിൽ നിന്ന് അല്ലെങ്കിൽ മാർക്കറ്റ് ബെഡിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത്, അതെല്ലാം വൈകിട്ടിരുന്നാണ് കഴിക്കുന്നത്. അതിലൊരു 50% വീട്ടിൽ ഇരുന്ന് തന്നെയാണ് കഴിക്കുന്നത്, വളരെ മാന്യമായിട്ട്. എല്ലാ വീട്ടിലും ഇപ്പൊ ഈ ഓർത്തഡോക്സ് കോട്ടയം ജില്ലയിലേക്ക് ഏതെങ്കിലും ഓർത്തഡോക്സ് സമുദായത്തിൽ ഒരു 90% ആൾക്കാർ മദ്യപിക്കുന്നത്, പ്രായപൂർത്തിയായ പുരുഷന്മാർ മദ്യപിക്കുന്നവരാണ്. സ്ത്രീകളും മദ്യപിച്ചോളൂ. ഇപ്പം കോട്ടയത്ത് നിന്ന് എറണാകുളത്തോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ ചില സ്ത്രീകളും കഴിക്കുന്നു. ഒരു 5% സ്ത്രീകളും കഴിച്ചു തുടങ്ങി. ഇപ്പൊ അവരുടെ ഈ വീടുകളിലെ ചടങ്ങുകൾക്കാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് എന്ത് ചടങ്ങിനാണ്, കല്യാണമായാലും മരണമായാലും എല്ലാം ഈ മദ്യം ഉപയോഗിക്കുന്നുണ്ട് അവരെ. പിന്നെ ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യമുള്ളത്, ഈ അവരുടെ സമുദായത്തിലുള്ള ആൾക്കാരെ അവർ ബോധവൽക്കരിക്കുകയും അവരില്ലാതാക്കുകയും ചെയ്യുന്നത്. മറ്റുള്ള സമുദായത്തിലെ ആൾക്കാരുടെ അവരെന്ത് കഴിക്കണം അല്ലെങ്കിൽ എന്ത് തിന്നണം എന്നുള്ളതിനെ കുറിച്ച് ഇവരെന്തിനാണ് കൈ കടത്തുന്നത്? അവരുടെ സമുദായത്തിലെ ആൾക്കാർ പള്ളി വിളിച്ചു പറയണം മദ്യപിക്കുന്നവരാരും പള്ളി വരരുത്, അല്ലെങ്കിൽ അവരുടെ പള്ളിയിൽ നിന്ന് അവരെ പുറത്താക്കട്ടെ, സമുദായത്തിൽ നിന്ന് പുറത്താക്കട്ടെ. അവർ അത് ചെയ്യും. അല്ല പിന്നെ ഈ മറ്റ് സമുദായത്തിൽപ്പെട്ടവരെ ഉപദ്രവിക്കുന്നതിനാ? ഓർത്തഡോക്സ് സമുദായത്തിൽ അവർ തീരുമാനം എടുക്കും. എത്ര വലിയ സ്ട്രിക്റ്റായിട്ട് അവർ പെരുമാറുന്നുണ്ടെങ്കിൽ അവരൊരു തീരുമാനം എടുക്കട്ടെ. ഓർത്തഡോക്സ് സമുദായത്തിന്റെ പള്ളികളിലെ ഇടവാംഗങ്ങളെല്ലാം മദ്യപിക്കുന്ന ഇടവാംഗങ്ങളെ പുറത്താക്കുക. അവരുടെ കല്യാണങ്ങളെ പള്ളി നടത്താതിരിക്കുക, അവരുടെ സംസ്കാരങ്ങൾ നടത്താതിരിക്കുക, അവരുടെ കൊച്ചിനെ മുക്ക് എല്ലാ ചടങ്ങുകളും ബഹിഷ്കരിക്കട്ടെ. തിരുമേനി